നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ 2000 വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2026 ജനുവരി മുതൽ നമ്മുടെ പെൻഷൻ മുടങ്ങുന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഷൻ തുക 2000 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു തുക വീണ്ടും ഉയർത്തുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയ സമയത്ത് ഈ ഒരു പെൻഷൻ എമൗണ്ട് 2500 രൂപയായിട്ട് മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വർഷത്തോടുകൂടി കഴിയാനായിട്ട് പോവുകയാണ്. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ എമൗണ്ട് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. കാരണം ഇനി മിക്കവാറും 2500 രൂപയായിട്ട് ഈ ഒരു എമൗണ്ട് കൂട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ഈ ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ, അതായത് ജനുവരി മുതൽ നിങ്ങൾക്ക് തുടർന്നും ഈ പെൻഷൻ എമൗണ്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. തുടർന്ന് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്തോളൂ. വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം മസ്റ്ററിംഗ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു പെൻഷൻ കിട്ടാത്തവരുമുണ്ട്. അതായത് നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ മുടങ്ങിയ പെൻഷൻ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് കിട്ടത്തില്ല എന്നതാണ്. നിങ്ങൾ പിന്നെ എന്ന് മസ്റ്ററിംഗ് കംപ്ലീറ്റ് ആക്കുന്നോ അതിനുശേഷമുള്ളത് മാത്രം, ആ ഒരു മാസത്തെ എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിനു മുമ്പ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള പെൻഷൻ കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ചിലരൊക്കെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളായിരുന്നവരൊക്കെ ഉണ്ടാവും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ. അപ്പോൾ എല്ലാ മാസത്തിലും 10-ാം തീയതിക്കുള്ളിൽ ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുകൂടാതെ വേറൊരു കാര്യം, വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഈ മാസം 31-ന് മുമ്പ് തന്നെ മാക്സിമം നിങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജനുവരി തൊട്ട് നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതല്ല. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഒത്തിരി അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും അല്ല, അവർക്ക് ഡൗട്ടുള്ള ചിലർക്ക് വേണ്ടിയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മുഖാന്തരമോ നിങ്ങൾ അറിയിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവനയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റസ് നോക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുവാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്കാണ് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അല്ലാത്തവർക്ക് അത് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത വർഷം ജനുവരി മുതൽ മുടങ്ങാതെ നിങ്ങളുടെ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷത്തിനടുത്ത ആൾക്കാർക്കാണ് ഇവ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഈ പട്ടികയിലെ വിശദാംശങ്ങൾ ആരുടെയൊക്കെ പേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ SCR വിവരങ്ങൾ പരിശോധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഡിസംബർ 18 വരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു SCR ഫോമിന്റെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടിക കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഓരോ ബൂത്ത് തലത്തിലും മരണപ്പെട്ടു പോയവർ, സ്ഥലം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ തുടങ്ങിയവരൊക്കെയാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്.
കാരണങ്ങൾ സഹിതം അപേക്ഷിച്ചാൽ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ വീണ്ടും പേരുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിങ്കിൽ കയറി ജില്ലാ, മണ്ഡലം, ബൂത്ത് തുടങ്ങിയ വിവരങ്ങൾ നൽകി പട്ടിക ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, തൊഴിലുറപ്പിന്റെ നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടി കേരളത്തിലെ ലക്ഷങ്ങൾ പുറത്താകുമെന്നാണ് റിപ്പോർട്ട്. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താക്കുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം കുറയും. മറ്റു കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായും നിർജ്ജീവമാവുകയും ചെയ്യും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് റാഞ്ചി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതി ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായിട്ട് 22 ലക്ഷം പേരിൽ പകുതിയിലധികം ആളുകൾക്ക് പദ്ധതി പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്നും ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താനായിട്ട് സാധ്യത വളരെയധികം കുറവെന്നാണ് വിലയിരുത്തൽ. ഇതോടുകൂടി പദ്ധതി ചുരുക്കും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്നാണ് നിബന്ധനയും. തൊഴിൽ ദിനങ്ങൾ അതുകൊണ്ട് തന്നെ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പിലാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കാര പദ്ധതികളെയൊക്കെ തന്നെ പുതിയ നിയമം ബാധിക്കുന്നതാണ്. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വാർഷിക വരുമാനമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1600 കോടി രൂപയോളം മുടക്കേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപയുടെ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. ഈ ഒരു മാസം തന്നെ തുടങ്ങുന്ന രീതിയിലാണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്യുക. അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപേക്ഷകൾ സ്വീകരിക്കാനോ അതിന്റെ നടപടിക്രമങ്ങൾക്കോ ഈ മാസം ആദ്യ ആഴ്ചയിൽ തുടക്കം കുറിച്ചിരുന്നില്ല. താൽക്കാലികമായിട്ട് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ തന്നെ ഈ ചാനലിലൂടെ ഞാൻ നൽകിയിരുന്നു. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും സംഘടിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളാകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രായപരിധി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള മറ്റ് പെൻഷനുകളൊന്നും തന്നെ കൈപ്പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. വീഡിയോയിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ. എന്നാൽ നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.